ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഓയിലും ഉപ്പും കൂടി ഈ പൊടിയിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നമ്മളൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല മയത്തിൽ കുഴയ്ക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് പിടിച്ച് വരുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ പകുതി തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അത് ആഡ് ചെയ്ത് അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം പൊടികൾ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു കോഴിമുട്ട ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇപ്പോൾ ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയപ്പോഴും അതിൽ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലേക്കും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ അതിനുള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ ഉരുളകളാക്കി എടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് കൈയിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായി പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ പരത്തി കൊടുക്കുക. നമുക്ക് ഇതിനുള്ളിലേക്കാണ് ഫില്ലിങ് വെക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് കുഴയ്ക്കുമ്പോൾ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഉള്ളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഡീപ്പ് ഫ്രൈ ഒരുപാട് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നും ഇതിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി പ്രത്യേകം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്ക് പുറം മാത്രമേ വേവുള്ളൂ, ഉൾഭാഗം ശരിക്കും വെന്ത് വരില്ല. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. മാവ് നന്നായി മയത്തിൽ കുഴയ്ക്കുമ്പോഴാണ് നമുക്കിത് സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്